തെയ്യപ്പെരുമയിലേക്ക് ഏവർക്കും സ്വാഗതം. തെയ്യങ്ങളിൽ തന്നെ വളരെ അപൂർവമായി കെട്ടിയാടുന്ന മാപ്പിളത്തെയ്യങ്ങളെയാണ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത്. മുക്രിപ്പോക്കർ. കാണാം നമുക്ക് മുക്രിപ്പോക്കറുടെ വിശേഷങ്ങൾ. കാസർഗോഡ് ജില്ലയിലെ മലയോര ഗ്രാമം, വളാൽ പഞ്ചായത്തിലെ ഒരു കാർഷിക ഗ്രാമം. അവിടെയുള്ള പ്രധാനപ്പെട്ട തെയ്യക്കാവാണ് മാലോ കൂലോ. അവിടെയാണ് മുക്രിപ്പോക്കർ എന്ന തെയ്യത്തെ കെട്ടിയാടിക്കുന്നത്. അടയാഭരണങ്ങൾ ഒന്നുമില്ല. തൊപ്പിയും ബനിയനും മുണ്ടുമുടുത്ത് ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശത്തുള്ള തോട്ടത്തിൽ നിന്നും ഇറങ്ങി വരും ഈ തെയ്യം. മുക്രിപ്പോക്കർ എന്ന തെയ്യങ്ങളിലെ ഒരു അപൂർവ കാഴ്ച അനുഭവം തന്നെയാണ്. കിഴക്കൻ മലയോര പഞ്ചായത്തിലെ വളാലിലാണ് മാലോ. അവിടെയാണ് മാലോം കൂലോം. മാലോം അടക്കിവാണ പ്രമാണി കുടുംബത്തിൻ്റെ ക്ഷേത്രം. മാലോം കൂലത്തെ വയലും പറമ്പും നോക്കി നടത്താനാണ് ഉള്ളാൾ നാട്ടിൽ നിന്നും മുക്രിപ്പോക്കർ വരുന്നത്. തോട്ടത്തിൽ നിന്നും ബനിയനും കള്ളിമുണ്ടും അരപ്പട്ടയും തൊപ്പിയും വെച്ച് കയ്യിൽ പരിചയും വാളും പിടിച്ച് കുന്നിറങ്ങി വരും മുക്രിപ്പോക്കർ. വന്ന ഉടനെ നേരെ തൻ്റെ സന്തത സഹചാരിയായ മണ്ഡലത്ത് ചാമുണ്ടിയുടെ അണിയറയിലേക്കാണ് കയറിപ്പോകുന്നത്. തുടർന്ന് ക്ഷേത്രത്തിനകത്ത് ഒരുക്കിയ തൻ്റെ നിസ്കാരത്തിണക്കരികിൽ വന്ന് വാൽക്കിണ്ടിയെടുത്ത് ഉളുവെടുക്കുന്നു.
കാലും മുഖവും വൃത്തിയാക്കിയ ഉടനെ തണയിൽ കയറി ബാങ്ക് വിളിക്കുന്നു. ബാങ്ക് വിളിക്ക് ശേഷം നിസ്കാരം. നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്രത്തിൽ ഉറഞ്ഞാടുന്ന ദേവീദേവന്മാരെ കണ്ട് ആശയവിനിമയം നടത്തുന്നു. മാലവും കൂലവും കമ്പല്ലൂർ കോട്ട, മവേനിക്കോവിലകം, കുമ്പള, മഞ്ചേശ്വരം ഭാഗങ്ങളിലും മാപ്പിള തെയ്യങ്ങൾ കെട്ടിയാടുന്നുണ്ട്.
എന്നാൽ മുക്രിപ്പോക്കർ കെട്ടിയാടുന്ന പ്രധാനപ്പെട്ട കാവാണ് മാലവും കൂലവും. മുക്രിപ്പോക്കറുടെ കഴിവിലും കരുത്തിലും കാര്യപ്രാപ്തിയിലും തമ്പുരാന് വിശ്വാസമുണ്ട്. മലയിലും വയലിലും പറമ്പിലും മുക്രിപ്പോക്കർ വന്നതോടുകൂടി വിളകൾ നൂറുമേനി നിറഞ്ഞു കവിഞ്ഞു. പണിയാളർക്ക് മുക്രിപ്പോക്കർ ഒരു പേടി സ്വപ്നമായി. അതുകൊണ്ട് തന്നെ കണക്കൊപ്പിച്ചും മണിക്കൊപ്പിച്ചും പണിയെടുക്കേണ്ടി വന്നു. ഉറഞ്ഞാട്ടമോ താളത്തിനനുസരിച്ച നൃത്തമോ ഒന്നും തന്നെയില്ല. എല്ലാം നോക്കി നടത്തുന്ന കാര്യസ്ഥനായ പോലെ പോക്കർ ക്ഷേത്രങ്ങളിൽ മുഴുവനും നടന്ന് എല്ലാം നിയന്ത്രിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അമ്പലത്തിലെ എല്ലാ പള്ളിയറകളിലും നാഗത്തറയിലും എന്നു വേണ്ട എല്ലാ മുക്കും മൂലയും പരിശോധിച്ചുകൊണ്ട് നടക്കുന്നത് കാണാം. തൻ്റെ ഭൂസ്വത്തുക്കളും അതിലെ വിളകളും പിരിവും ആദായവും നേരാംവണ്ണം നോക്കി പരിപാലിച്ചു പോകാൻ ബാലിക്കടക്കത്ത് തമ്പുരാന് സാധിക്കാതെ വന്നപ്പോഴാണ് മുക്രിപ്പോക്കർ അവിടെ എത്തുന്നത്. വന്യമൃഗങ്ങളായ കാട്ടുപോത്തിനെയും കാട്ടുപന്നിയെയും പോക്കർ തൻ്റെ കഴിവിനാൽ തുരത്തുകയോ വകവരുത്തുകയോ ചെയ്തു. ഏതു നേരത്തും കാലത്തും പോക്കർ മണ്ഡലത്തു ചാമുണ്ടിയും മലയിലും പറമ്പിലും പ്രത്യക്ഷപ്പെടും. ഇത് പണിയാൾക്കിടയിൽ ശത്രുത വളർത്തി. അവർ പല ഏഷണികളും കഥകളും തമ്പുരാനെ ഉണർത്തിച്ചുകൊണ്ടിരുന്നു. എന്നാൽ തമ്പുരാന് മുക്രിപ്പോക്കറിൽ വിശ്വാസമായിരുന്നു. ഒരു നാൾ പാതിരാത്രിയിൽ കവുങ്ങിൻ തോട്ടത്തിൽ കാട്ടുപന്നി ഇറങ്ങി കൃഷി നശിപ്പിക്കുന്നു എന്ന് 1-2 പണിയാളന്മാർ മുക്രിപ്പോക്കറോട് വന്ന് പറഞ്ഞു. ഇത് കേട്ട മുക്രിപ്പോക്കർ തൻ്റെ പരിചയും വാളുമെടുത്ത് പുറപ്പെട്ടു. പിറ്റന്നാൾ പന്നിമടക്കരികിൽ മുക്രിപ്പോക്കർ മരിച്ചു കിടക്കുന്നതാണ് ജനം കണ്ടത്. ചതിയിൽ കൊല്ലപ്പെട്ട മുക്രിപ്പോക്കർ ദൈവക്കരുവായി മാറി തെയ്യരൂപമെടുത്തു എന്ന് പറയപ്പെടും.
മാടാർകുളങ്ങര ഭഗവതിക്കും ശ്രീ വിഷ്ണുമൂർത്തിക്കും ദണ്ഡ്യങ്ങാനത്ത് ഭഗവതിക്കും കുലോത്തമ്മക്കും മുൻപിൽ കണക്കും കാര്യങ്ങളും ഏറ്റുചൊല്ലി കുറവും കഴിവും വിലയിരുത്തി പിരിയുന്നൊരു കാഴ്ച മറ്റെവിടെയുമില്ലാത്ത ഒരു കാഴ്ച തന്നെയാണ്. എങ്കിലും നിങ്ങൾ ഇതിരിക്കുന്ന ഞങ്ങൾ ഇതിരിക്കുന്ന മുൻവട്ടത്തിനകത്ത് ഇപ്പോൾ കാണിച്ചിരിക്കുന്ന നിങ്ങൾ ഇതിരിക്കുന്ന ഒരു ചുവടുണ്ടല്ലോ, അതിന് ഇത്രത്തോളം ആൾത്തരം എന്നിരിക്കുന്ന സാക്ഷിയായിട്ട് നില ഉറക്കുമ്പോൾ നില നിൽക്കുമ്പോൾ ഞങ്ങൾ ഇന്നിരിക്കുന്ന മനസ്സിനകത്ത് നിങ്ങളുടേതായിരിക്കുന്ന പ്രവൃത്തിയിൽ എന്തെങ്കിലും തരത്തിലുള്ളതായിരിക്കുന്ന ദൂഷ്യം കാണുന്നുണ്ടെങ്കിൽ ഇത്രയോളം ആൾത്തരം ഇവിടെ വരുമോ? നിങ്ങൾ ഇന്നിരിക്കുന്ന എണ്ണത്തിൽ തിരുനൃത്തം കാണാൻ തക്കവണ്ണം. അപ്പോൾ ദൈവഹിതം നോക്കിയിട്ട് നിങ്ങൾ ഇന്നിരിക്കുന്ന ആൾത്തരത്തിന് മനുഷ്യാദിനം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ നാട്ടിനകത്ത് എൻ്റെ മാലവും കൂലവും എന്നിരിക്കുന്ന ഈ കൂലോത്തിനകത്ത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെതായിരിക്കുന്ന അനുഭവം തന്നല്ലേ. ഒരു നെല്ലിൻ്റെ മണി ഭൂമിയിലേക്ക് വീണാൽ ആ വീണിരിക്കുന്ന നെല്ലിൽ നിന്ന് എത്രത്തോളം കതിർമണി എന്നിരിക്കുന്ന ഗണ്ണം കിട്ടും എന്ന് എൻ്റെ വാരിക്കിടക്കുന്നതും വ്യാർന്നിരിക്കുന്ന ഗണ്ണത്തിനും അവരുടെ ബന്ധുമിത്രാദികൾക്കും ഈ നാട്ടുകാർക്കും ഈ ദേശക്കാർക്കും അറിയും. അതുകൊണ്ട് തന്നെയാണ് നെല്ലിൻ്റെ മണിയായിട്ട് നിങ്ങളെ കാണുന്നത്. ഞങ്ങളെന്നും ഒരു വിത്താണ് ഈ നാട്ടിനകത്ത് എന്നിരിക്കുന്ന ആ രീതിയിൽ ഏത് മുഹൂർത്തത്തിനകത്തൊരു തുള്ളി മഴ പെയ്യുന്നോ, മഴ പെയ്തു പോരുന്ന ആ കാലത്ത് ഞങ്ങളെന്ന വിത്ത് പൊട്ടിത്തെടുത്ത് ഈ നാട്ടിനകത്തോടും പേരുടെ കതിർമണി മൂർന്നെടുത്ത് കൊണ്ടുവന്ന് തച്ച് പതിച്ച് പത്തായം നിറക്കാനുള്ളതായിരിക്കുന്ന ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടാവണം. അതിന് മുൻപന്തിയിൽ നിങ്ങൾ ഉണ്ടാവുമെന്ന് കുടുംബാധിപന്മാർ ഇവരെ വെച്ചതും അതിന് കാക്കാനും അല്ലേ നന്നമണ്ണത്തിൽ തന്നല്ലേ നിങ്ങൾ ഇതിനകത്ത് വെച്ചതല്ലേ? അതുണ്ടായിരിക്കുന്ന തിരുനിർത്തി ഒന്ന് കാണണ്ടേ? തെയ്യപ്പെരുമയിലെ അപൂർവങ്ങളിൽ അപൂർവമായ മുക്രിപ്പോക്കർ തെയ്യത്തിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത ആഴ്ച മറ്റൊരു തെയ്യത്തിൻ്റെ വിശേഷവുമായി ഞങ്ങൾ വരും. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം. മണ്ണും മനുഷ്യനും ദൈവവും ഒന്നായി വാണ പോയകാല സംസ്കാരത്തിന്റെ അകംപൊരുൾ പേറി ഉറഞ്ഞാടുന്ന തെയ്യങ്ങൾ. മണ്ണിലും മനസ്സിലും വാമൊഴി വഴക്കത്തോടെ തെയ്യത്തെ തോറ്റിയുണർത്തുന്ന കോലക്കാർ. ഉത്തരമലബാറിലെ തിരുമുറ്റങ്ങളിൽ ആടിത്തിമിർക്കുന്ന തെയ്യങ്ങളുടെ ആത്മാവ് തേടിയുള്ള ഒരു തീർത്ഥയാത്ര, തെയ്യപ്പെരുമ. മണ്ണിൽ മനുഷ്യനൊപ്പം ജീവിക്കുന്ന, വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന തെയ്യങ്ങൾ ഒരു ദേശത്തിന്റെ ഒരിക്കലും മാറാത്ത സംസ്കാരമാണ്. അടിച്ചമർത്തപ്പെട്ടതിന്റെ ഉയിർത്തെഴുന്നേൽപ്പാണ്. ഒരു പൈതൃക കലയുടെ ആത്മാവിഷ്കാരമാണ്. ദൈവവും മനുഷ്യനും തമ്മിലുള്ള പകർന്നാട്ടത്തിന്റെ തനിമ ചോരാത്ത കാഴ്ചകളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു